എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ആ ഗ്യാങ്സിന്റെ ദേഹത്ത് കയറിയിട്ടുള്ള നമ്മളുടെ EJ ഇല്ലേ, അവനാണെങ്കിൽ രക്ഷപ്പെടുന്നത് കാണിച്ചുകൊണ്ടാണ്. അവനിപ്പോ നേരെ വരുന്നത് തന്നെ അവൻ തട്ടിക്കൊണ്ട് ആ പെൺകുട്ടിയില്ലേ അവളെയും കൊണ്ട് ആ ക്യാഷുമായിട്ട് കടന്നു കളയാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്നാൽ കുറേ പേര് അവനെ നല്ലതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം നമ്മളുടെ EJ ആണെങ്കിൽ ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് ഒരു ഷോപ്പിംഗ് മോളിലായിട്ട് കയറും. എന്നാൽ അവിടെ യുവമാരെത്തും. ഇവിടെ നമ്മളുടെ EJക്ക് ഒരു മാർഗ്ഗവും ഇല്ലാണ്ട് അവസാനം ടെറസിന്റെ മുകളിൽ നിന്ന് അവൻ ആ ബൈക്കുമായിട്ട് അടുത്ത ബിൽഡിങ്ങിലോട്ട് എടുത്തങ്ങ് ചാടും. അവൻ അവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂളിൽ വന്ന് വീഴുന്നത് കൊണ്ട് തന്നെ EJ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടും. അവന്റെ ഫോണും ആ വെള്ളത്തിൽ വീണ് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഗാങ്സ്റ്റർ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മളുടെ EJനെ വീണ്ടും ട്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ EJ വേഗം തന്നെ ഒരു പാലത്തിന്റെ അടുത്തായിട്ട് വരും. അവിടെയായിരുന്നു ആ പെൺകുട്ടി ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവൾ ഇവനെ കാണുന്നതും വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് ചോദിക്കും, നീ ആ ക്യാഷിനെ എവിടെയാ ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നേ എന്ന്. EJ ആണെങ്കിൽ അവിടെയുള്ളൊരു ബോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അതിനകത്താ എന്ന്. എന്നാൽ ഈ പെണ്ണ് അത് കേൾക്കുന്നത് നമ്മളുടെ EJനെ ആ സെക്കൻഡ് തന്നെ ഷൂട്ട് ചെയ്തങ്ങ് കൊന്നു കളയും. EJ ഇത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും ഹെല്ലിലായിട്ട് വരും. അവിടെ ഡെത്തിന്റെ അടുത്ത് അവൻ ചോദിക്കുന്നതന്നെ ആ പെണ്ണ് എന്തിനാണ് എന്നെ കൊന്നത് എന്ന്. അപ്പോൾ ഡെത്ത് പറയും, എന്തിനായിരിക്കും, അവള് ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് നിന്നെ കൊന്നു കളഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മളുടെ EJ ആണെങ്കിൽ ആ പെണ്ണിന് പറഞ്ഞു കൊടുത്തില്ലേ ഷിപ്പിലായിട്ട് ക്യാഷ് ഉണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അവിടെ ഇല്ലായിരുന്നു. EJ ഓൾറെഡി ആ ക്യാഷിനെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. EJ വിചാരിക്കും എന്തായിരുന്നാലും ആ ക്യാഷ് ഇപ്പോൾ നല്ല സേഫാണ്, ഞാൻ അടുത്ത ജന്മത്തിലോട്ട് പോകുമ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് ആ ക്യാഷിനെ എടുത്ത് ഞാൻ നല്ല റിച്ച് ആവുകയെന്ന്. അങ്ങനെ നമ്മുടെ ഡെത്ത് ആണെങ്കിൽ വീണ്ടും EJനെ ഷൂട്ട് ചെയ്ത് അവനെ അടുത്ത ജന്മത്തിലോട്ട് പറഞ്ഞു വിടും. ഇവിടെ അവനാണെങ്കിൽ എണീക്കുന്നത് ഒരു ജയിലിൻ്റെ അകത്തായിരുന്നു. ഇത് കാണുന്ന നമ്മളുടെ EJ ഭയങ്കര ഷോക്കായിപ്പോവും. അവൻ വിചാരിക്കും എൻ്റെ അടുത്ത് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നേ എന്ന്. പെട്ടെന്ന് തന്നെ ഒരു പോലീസ് ഓഫീസർ വന്ന് ഇവനെ വേറൊരു ജയിലിലായിട്ട് കൊണ്ടുവന്നാക്കും. അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളുടെ EJ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരുത്തൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അല്ല ഞാൻ എന്നാ റിലീസ് ആവുന്നേ എന്ന്. ഇവ റിലീസ് ആവാൻ വേണ്ടിയിട്ട് 4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ചെറുക്കൻ നമ്മളുടെ EJ അടുത്ത് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കും. എന്നിട്ട് പറയും, നീ നിന്റെ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, നിന്നെ അല്ലെങ്കിൽ ആ സീരിയൽ കില്ലർ കൊല്ലാനുള്ള ചാൻസസ് ഉണ്ട് എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ EJക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ സീരിയൽ കില്ലർ ചെറുക്കൻ വരും. അത് വേറെ ആരുമല്ല, നമ്മളുടെ EJ നേരത്തെ ഒരു കൊച്ചിന്റെ ദേഹത്തായിട്ട് കയറിയിരുന്നില്ലേ, അവനെ കൊന്ന ഒരു സ്കൂൾ കുട്ടി ഉണ്ടായിരുന്നല്ലോ ബുള്ളി ചെയ്യുന്ന, അവൻ തന്നെയാണ് ഇവിടുത്തെ സീരിയൽ കില്ലർ. അവൻ ആ ചെറുക്കനെ കൊന്നതിന്റെ പേരിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്നത്. അവൻ എല്ലാവരും പറഞ്ഞു വെച്ചേക്കുന്നേ അവനാണെങ്കിൽ ഒരു സൈക്കോ കില്ലറാണ് എന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവനെ പേടിയാ. എന്നാൽ ഇവനെ കാണുന്നേ നമ്മളുടെ EJക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ ആ ബുള്ളി ചെയ്യുന്ന ചെറുക്കനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മളുടെ EJക്ക് ആണെങ്കിൽ ആ സ്റ്റോൺ കിട്ടും. അപ്പോൾ അവന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അതായത് ഇവന്റെ പേര് തേസങ് എന്നാണ്, ഇവനാണെങ്കിൽ വലിയൊരു ബോക്സറാ എന്ന്. എന്നാൽ ഇവന് നല്ല ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവനെ ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്യും. അതായത് ഒരു കേസ് നീ ഏറ്റെടുക്കുവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്ക് ഒരുപാട് ക്യാഷ് തരാ എന്ന്. ഇത് കേട്ടിട്ട് നമ്മളുടെ ഈ തേസങ് ആണെങ്കിൽ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കും. അവനങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് മൊഴി കൊടുക്കും. അതായത് അവനാണ് ഈ കുറ്റം ചെയ്തത് എന്ന്. എന്നാൽ ഇവിടെയായിട്ട് ആ ആക്സിഡന്റ് പറ്റിയ പെങ്കൊച്ചാണെങ്കിൽ അങ്ങ് മരിച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മളുടെ തേസങ്ങിനാണെങ്കിൽ 2 വർഷത്തെ ശിക്ഷയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മളുടെ തേസങ് ആണെങ്കിൽ ഈ കുറ്റം ഏറ്റെടുക്കാന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ, എന്നാൽ കുറ്റത്തിന്റെ ശിക്ഷ അനുഭവിക്കാന്ന് ആരടുത്തും പറഞ്ഞിട്ടില്ല. അവനെ കാണാൻ വേണ്ടിയിട്ട് ആദ്യമേ അപ്രോച്ച് ചെയ്ത ആള് വരും. അപ്പൊ നമ്മളുടെ തേസങ് പറയും, ഈ ഒരു കുറ്റം ഏറ്റെടുത്തതിന് എനിക്ക് കുറച്ചുകൂടി ക്യാഷ് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ സത്യം എല്ലായിടത്തും വിളിച്ചു പറയൂ എന്ന്. ഉടനെ എന്നെ അയാൾ പറയും, നീ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഞാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഇനി ഈ ജയിലിൽ പൂട്ടാനും എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ തേസങ്, അതായത് EJ ആണെങ്കിൽ ഇപ്പൊ പ്രസന്റ് ടൈമിൽ ഇവിടെ നിൽക്കുന്നതാ. അവിടെയായിട്ട് ആ സീരിയൽ കില്ലർ എന്ന് പറയുന്ന ആ ബുള്ളി ചെയ്യുന്ന ചെറുക്കനില്ലേ, അവനാണെങ്കിൽ നമ്മളുടെ EJ അടുത്ത് പറയും, നിനക്ക് എന്നെ അറിയത്തില്ല, നീ എങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ആ മരണം വേണമെങ്കിൽ നിനക്ക് ഗ്രാൻഡ് ആക്കി തരാ എന്ന്. ഇത് കേൾക്കുന്നേ EJക്ക് നല്ല ദേഷ്യം വരും. അവനാണെങ്കിൽ ഈ ചെറുക്കനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് പോലീസ് ഓഫീസേഴ്സ് വന്നിട്ട് അതൊക്കെ അങ്ങ് സോൾവ് ആക്കി വിടും. ഇവിടെ ആ സീരിയൽ കില്ലർ ആയിരുന്നാലും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുമായിരുന്നു. എന്നാൽ ഇതൊക്കെ കാണുന്ന EJക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവനാണെങ്കിൽ ആ ചെറുക്കനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. എന്നിട്ട് പറയും, നീ എന്താ വിചാരിച്ചത് ഞാൻ നിന്നെ പേടിക്കുമെന്ന്, എനിക്ക് യഥാർത്ഥത്തിൽ നിന്റെ സത്യം എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ആ കൊച്ചിറക്കൻ്റെ പേര് പറയും. ഇത് കേൾക്കുന്നേയും ആ സീരിയൽ കില്ലർ ഭയങ്കരമായിട്ടും പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ പറയും, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കിടന്ന് കരയാൻ തുടങ്ങും. നമ്മുടെ EJ ആണെങ്കിൽ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ഇവന്റെ സത്യാവസ്ഥ എല്ലാം പറഞ്ഞു കൊടുക്കും. അതായത് ഇവനൊരു കൊച്ചിറക്കനെ
പിന്നെയും ആക്രമിച്ചിട്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്ന ആ ജയിലിൽ കിടക്കുന്നവരെല്ലാം ഇവനെ എടുത്തിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈജയും അവന്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ആ ജയിലിലുള്ള കുറച്ച് പണികളൊക്കെ ചെയ്യുന്നതാ. പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഒരുത്തനാണെങ്കിൽ കയ്യിലിരുന്നൊരു മിഷീൻ എടുത്തെറിഞ്ഞ് നമ്മളുടെ ഈജനെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ ഈജെ തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നത്. പകരമായിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് നല്ലതുപോലെ പരിക്ക് പറ്റും. അവനെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. എന്നാൽ നമ്മളുടെ ഈജനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഇത് കാണുന്ന ഈജയ്ക്ക് മനസ്സിലാവും, അതായത് അവൻ ആരാണോ ആ കേസ് ഏൽപ്പിച്ചത് അയാൾ തന്നെയാണ് ഇവനെ കൊല്ലാൻ വേണ്ടിയിട്ടോ ആളെ ഏർപ്പാടാക്കിയിരിക്കുന്നത് എന്ന്. നമ്മളുടെ ഈജി ആണെങ്കിലും ഇപ്പൊ ആരുടെ ബോഡിയിലാണോ ഉള്ളത്, അവൻ വലിയൊരു ബോക്സർ അല്ലേ, അതുകൊണ്ട് തന്നെ അവൻ ഈ ആൾക്കാരെയൊക്കെ നിഷ്പ്രയാസം അടിച്ച് ശരിയാകും. ഇവിടെയായിട്ട് അവന്റെ ഫ്രണ്ട് ആയിരുന്നാലും കമ്പി എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാവരും അടിച്ച് തറയിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈജി അവന്റെ ഫ്രണ്ടോട്ടിരുന്ന് സംസാരിക്കുന്ന. അവിടെ ഈജെ ചോദിക്കും, നിനക്ക് ഈ ജയിലിൽ വന്നതിൽ റിഗ്രറ്റ് ഉണ്ടോ എന്ന്. എന്നാൽ അവന്റെ ഫ്രണ്ട് പറയും, എനിക്കിപ്പോൾ വലുതായിട്ടൊന്നുമില്ല, നിനക്കുണ്ടോ എന്ന് ചോദിക്കും. എന്നാൽ നമ്മുടെ ഈജെ പറയുന്നുണ്ട്, അതെ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്, ഞാൻ സൂയിസൈഡ് ചെയ്തതിൽ എനിക്കിപ്പോൾ നല്ല റിഗ്രറ്റ് ഉണ്ട് എന്ന് അവൻ പറയും. അത് കഴിഞ്ഞ് കാണിക്കുന്ന രാത്രി സമയത്ത് എല്ലാവരും കിടന്നുറങ്ങാൻ നേരത്ത് നമ്മളുടെ ആ സൈക്കോ ചെറുക്കനില്ലേ, അവനാണെങ്കിൽ അവന്റെ കയ്യിലിരുന്ന് ഒരു ചെറിയ പേന പോലത്തെ സംഭവം നല്ലതുപോലെ ഷാർപ്പാക്കുന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈജനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അത് നമ്മളുടെ ഈജയെ കാണും. അവനാണെങ്കിൽ ഈ ചെറുക്കനെ പിടിച്ചെടുത്തിട്ട് വയ്ക്കും, നീ എന്തിനാ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയുന്നത് തന്നെ, നിന്നെ കാണുന്നവല്ലേ ഈ ജയിലിലുള്ള എല്ലാവരും എന്നെ ഇപ്പോൾ ഒരു പേടിത്തൊണ്ടനായിട്ട് കണക്കാക്കുന്നത്, എനിക്ക് അതുകൊണ്ട് ഒരുപാട് പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊല്ലാൻ നോക്കുന്നേ എന്ന്. എന്നാൽ ഇവിടെ നമ്മളുടെ ഈജയ്ക്ക് നല്ല ദേഷ്യം വരും. എന്നാൽ അവനാണെങ്കിൽ ഈ ചെറുക്കനെ കൊല്ലാനൊന്നും ട്രൈ ചെയ്യത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കൊന്നു കഴിഞ്ഞാൽ ഇവന് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇവന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ ആ ക്യാഷ് എടുത്ത് നല്ലതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ പറയും, നീ കൊന്ന ആ കൊച്ചിറക്കൻ്റെ ആത്മാവിനെ എനിക്ക് കാണാൻ പറ്റും, അവൻ നിന്റെ പുറകെ തന്നെയുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേയും ഈ ബുള്ളി ചെയ്യുന്ന ചെറുക്കനാണെങ്കിൽ അങ്ങ് പ്രാന്ത് പിടിക്കും. അവൻ നല്ലതുപോലെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവനിപ്പോൾ എന്തോ പ്രാന്തന്മാരെ പോലെയൊക്കെയാണ് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഈജെ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതാ. അവിടെ അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ ഈ ജോലി കൊടുത്ത ആളില്ലേ, അയാളുണ്ടായിരുന്നു. ഈജയ്ക്കാണെങ്കിൽ അയാൾ പൈസ കൊടുക്കും. എന്നാൽ ഈജെ പറയും, എനിക്ക് ഈ ക്യാഷിൻ്റെ ആവശ്യമില്ല, ഞാൻ ഇനി സമാധാനമായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു കേസിനെ പറ്റി ഞാൻ ആരത്തും പറയത്തില്ല, എന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ വിട്ടാൽ മതി എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ഈജയാണെങ്കിൽ ആ ക്യാഷും എടുത്തിട്ട് അവനൊരു വീട്ടിലായിട്ട് വരുന്നതാണ്. ഇത്രയും ക്യാഷ് കണ്ട അവൻ നല്ല ഹാപ്പി ആയിരുന്നു. അവൻ വിചാരിക്കും ഇത് വെച്ചിട്ട് അവൻ എന്ത് ചെയ്യുമെന്ന്. അവനിപ്പോൾ വലിയൊരു വീട് വാങ്ങിച്ചാലും എല്ലാവർക്കും അവനിൽ നല്ല ഡൗട്ട് ആവത്തില്ലേ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ വിചാരിക്കും ഈ പൈസ നല്ലതുപോലെ എന്തെങ്കിലും ചെയ്യണോ എന്ന്. അങ്ങനെ നമ്മളുടെ ഈജെ കിടന്ന് ഉറങ്ങുന്നതും അവൻ്റെ അമ്മയുടെ സ്വപ്നം വരും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജെ ഏത് ചെറുക്കൻ്റെ ദേഹത്താണോ ഉള്ളത് അവൻ്റെ അമ്മ അവനെ ഫോണിൽ വിളിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജയ്ക്ക് തോന്നും, പകുതി പൈസ അവൻ്റെ അമ്മയ്ക്കും അതേപോലെ തന്നെ പകുതി പൈസ ഈ ബോഡിയുടെ ഓണറിൻ്റെ അമ്മയില്ലേ അവർക്കും കൊടുക്കണോ എന്ന്. അങ്ങനെ നമ്മളുടെ ഈജെ ഒരു 2 ബാഗിലായിട്ട് ക്യാഷിനെ ഡിവൈഡ് ചെയ്ത് വെക്കും. എന്നിട്ട് അവൻ ഒരു ബാഗിനെ കൊണ്ടുവന്ന് ലോക്കലിൽ വെക്കും, മറ്റേ ബാഗിനെ നമ്മളുടെ ഈ ചെറുക്കനില്ലേ അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ പോവുമായിരുന്നു. എന്നാൽ ഒരാൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈജനെ വന്ന് അറ്റാക്ക് ചെയ്യും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഈജയെ കാരണം ഒരു പെങ്കൊച്ചു മരിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ പെങ്കൊച്ചിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. അയാൾ പറയും, നിന്നെ കാരണം എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെട്ടു എന്ന്. ഈജെ അവിടെ തുറന്നു പറയും, ഞാനല്ല നിങ്ങളുടെ മോളെ കൊന്നത് എന്ന്. എന്നാൽ അയാൾ അത് വിശ്വസിക്കാൻ റെഡിയേ ആയിരുന്നില്ല. അയാൾ നമ്മളുടെ ഈജനെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ പ്ലാൻ ചെയ്ത് വന്നേക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരാൾ വരുന്നതും ഇയാൾ പേടിച്ച് അവിടെ നിന്ന് ഓടിയങ്ങ് പോവും. അത് വേറെ ആരുമല്ല, നമ്മളുടെ ഈജയുടെ ഫ്രണ്ട് തന്നെ ആയിരുന്നു. എന്നാൽ അവൻ വന്ന ഉടനെ നമ്മളുടെ ഈജനെ കൊല്ലാൻ വേണ്ടിയിട്ട് കത്തി എടുത്തിട്ട് പറയും, ആരെങ്കിലും നിന്നെ കൊല്ലുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഞാൻ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ട് അവനാണെങ്കിൽ നമ്മളുടെ ഈജയുടെ വയറ്റിലായിട്ട് അങ്ങ് കുത്തി കൊടുക്കും. ഇത് കാണുന്നത് നമ്മളുടെ ഈജ ഭയങ്കര ഷോക്കാവും. അവൻ ചോദിക്കും, നീ എന്തിനാ എന്നെ കൊല്ലുന്നേ എന്ന്. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരൻ പറയുന്നത്, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആദ്യമേ എനിക്കാണ് ഓർഡർ കിട്ടിയത്, അപ്പോൾ ആദ്യമേ ഞാൻ തന്നെയായിരിക്കും ആ ഡ്യൂട്ടിയും ചെയ്യാൻ പോകുന്നത് എന്ന്. അങ്ങനെ നമ്മളുടെ ഈജയുടെ വയറ്റിലായിട്ട് നല്ലതുപോലെ കുത്തിയിട്ട് അവനും അവിടെ നിന്നങ്ങ് പോവും. ഈജയ്ക്ക് ആ സമയത്ത് അവൻ്റെ ആ അമ്മയുടെ അടുത്തുനിന്ന് കോള് വരും. എന്നാൽ അവൻ ആ കോള് പോലും എടുക്കാൻ പറ്റത്തില്ല. അതിനു മുന്നേ അവനങ്ങ് മരിച്ചു പോവും. നമ്മളുടെ ഈജി ആണെങ്കിൽ വീണ്ടും ഹെല്ലിലായിട്ട് വരും. അവനാണെങ്കിൽ പറയും, ഞാനാണെങ്കിൽ ആക്സിഡന്റ് ആക്കിയ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റി ആലോചിച്ചതേ ഇല്ല, അങ്ങനെയായിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മരിക്കത്തില്ലായിരുന്നു എന്ന്. ഉടനെ എന്നെ ഡെത്ത് പറയുന്നുണ്ട്, നീ ഭയങ്കര സെൽഫിഷാണ്, നീ എപ്പോഴും നിന്നെ പറ്റി മാത്രമേ ചിന്തിക്കൂ, നിനക്ക് ചുറ്റിനുമുള്ള ആൾക്കാരെ പറ്റി നീ ചിന്തിക്കാറേ ഇല്ല എന്ന്. യഥാർത്ഥത്തിൽ സത്യം തന്നെയാണ്. നമ്മളുടെ ഈജി ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്യാഷിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ അവൻ പറയും, എന്നെ വീണ്ടും വേഗം തന്നെ അങ്ങ് കൊന്നുകളാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡെത്ത് ആണെങ്കിൽ ഇവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൻ്റെ നെറ്റിയിലായിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യും. നമ്മളുടെ ഈജി ആണെങ്കിൽ കണ്ണുറക്കുമ്പോൾ അവനൊരു കോഫി ഷോപ്പിലായിട്ട് ഇരിക്കുമായിരുന്നു. അവനൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്നാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്, അതായത് നമ്മളുടെ ഈജി ഇപ്പോൾ ഇരിക്കുന്നത് ഒരു 6 മാസം പ്രായമുള്ളൊരു കൊച്ചുകുട്ടിയുടെ ദേഹത്താണ് എന്ന്. ഇത് കാണുന്ന ഈജ ഭയങ്കര ഷോക്കായിപ്പോൾ. അവൻ
വിചാരിക്കും ദൈവമേ എൻ്റെ ക്യാഷ് പോയല്ലോ എന്ന്. ഇവിടെയായിട്ട് അവന് മനസ്സിലാവുന്നതേ ആ ഡെത്ത് അവനെ നോക്കി ചിരിച്ചതിൻ്റെ റീസൺ എന്തുമായിരുന്നു എന്ന്. അവൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ആ കൊച്ചിൻ്റെ അമ്മ അവിടേക്ക് വരും. അവർ വേഗം തന്നെ ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാറിലായിട്ട് വന്നിട്ട് ആ കൊച്ചിനെ കാറിലായിട്ട് എടുത്തങ്ങ് എറിയും. എന്നിട്ട് അവൻ്റെ ദേഹത്തായിട്ട് നല്ലതുപോലെ ബഹളം വെക്കാൻ തുടങ്ങും. നിന്നെ കാരണം മനസ്സമാധാനമായിട്ട് എനിക്കൊരു കോഫി പോലും കുടിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഇവർ വീട്ടിൽ വന്ന ഉടനെ ഈ കൊച്ചിനെ ആ സോഫയിലായിട്ട് എടുത്തിടുക ചെയ്യുന്നത്. ഇതൊക്കെ കാണുന്നേ നമ്മളുടെ ഈജെ നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് ഈ കൊച്ചിൻ്റെ അച്ഛൻ വന്നിട്ട് ഇതിനടുത്ത് നല്ല സ്നേഹത്തോടെ സംസാരിക്കും. അപ്പോൾ നമ്മളുടെ ഈജെ വിചാരിക്കും ദൈവമേ ഒരാൾക്കെങ്കിലും ഈ കുഞ്ഞിനടുത്ത് സ്നേഹം ഉണ്ടല്ലോ എന്ന്. എന്നാൽ ഈ അച്ഛനാണെങ്കിൽ പഴകിയ ഒരു ഫുഡാണ് ഇവൻ എടുത്തുകൊണ്ടൊന്ന് കൊടുക്കുന്നത്. ഇവൻ അതിൻ്റെ പേരിൽ വീണ്ടും കരയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു പോലീസും അതേപോലെ ഒരു ഡോക്ടറും വരും. അവർ വരുന്നത് തന്നെ എനിക്ക് കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഇവിടുത്തെ കുഞ്ഞിനെ നല്ലതുപോലെ നോക്കുന്നില്ല, നിങ്ങൾ അതിനെ ഉപദ്രവിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്നേ ഈജയ്ക്ക് നല്ല സന്തോഷമാണ്. ഡോക്ടർ വന്നിട്ട് ഈ കുഞ്ഞിൻ്റെ ദേഹമൊക്കെ ചെക്ക് ചെയ്യുന്നതും ഡോക്ടറിന് മനസ്സിലാവും ഇവനെ ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈജി ആണെങ്കിൽ നല്ലതുപോലെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇവരാ വീട്ടിൽ നിന്ന് പോകുന്നതും ആ കുഞ്ഞിൻ്റെ അമ്മയാണെങ്കിൽ അവനെ എടുത്തിട്ട് നല്ലതുപോലെ ഉപദ്രവിക്കാൻ തുടങ്ങും. എന്നിട്ട് അവനെ തറയിലായിട്ട് എടുത്തിട്ടിട്ട് ഒരു തലേനെ എടുത്തു വെച്ച് ആ കുഞ്ഞിനെ അങ്ങ് കൊന്നു കളയും. വേഗം തന്നെ നമ്മളുടെ ഈജി ആണെങ്കിൽ ഹെല്ലിലായിട്ട് തിരിച്ചെത്തും. അവനാണെങ്കിൽ എഴുന്നേറ്റ് എന്നിട്ട് നമ്മുടെ ഡെത്തിനടുത്ത് ചോദിക്കും, അല്ല ആ കുഞ്ഞിനെ എന്താണ് അവൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ കൊന്നു കളഞ്ഞത്? ഉടനെ തന്നെ ഡെത്ത് പറയും, നീ വിചാരിക്കുന്നത് പോലെ ഈ വേൾഡ് അത്ര നല്ലതൊന്നുമല്ല. നിനക്കാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്റെ മരണത്തിന് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്കിലും കിട്ടി. എന്നാൽ ആ കുഞ്ഞിന്റെ കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ അത് ചൂസ് ചെയ്യാനുള്ള അവകാശം പോലും കിട്ടിയിട്ടില്ല. അത്രയ്ക്കും നിസ്സഹായ അവസ്ഥയിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയും. ഇവിടെയായിട്ട് നമ്മുടെ ഡെത്തിന്റെ അടുത്ത് ഈജെ പറയുന്നുണ്ട്, നിങ്ങൾ വേഗം തന്നെ എന്നെ അടുത്ത ജന്മത്തിലോട് പറഞ്ഞു വിട്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഡെത്ത് ആണെങ്കിൽ പറയും, നീ ആരെങ്കിലും കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്റെ ആ ഒരു കർമ്മത്തിന്റെ ഇടയിലായിട്ട് ഞാൻ കയറി വരും. അത് നീ ഒരിക്കലും മറക്കണ്ട എന്ന്. നീ എന്തൊക്കെ ശ്രമിച്ചാലും മരിക്കുക തന്നെ ചെയ്യും എന്നും അവനെ ഓർമ്മിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈജനെ വീണ്ടും ഭൂമിയിലോട്ട് പറഞ്ഞു വിടും. അവനിപ്പോൾ കണ്ണുറന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ വലിയൊരു ഷോപ്പിംഗ് മാളിന്റെ മുമ്പിലായിട്ട് നിൽക്കുമായിരുന്നു. അവനൊന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ അവൻ ഓർമ്മ വരും, അതായത് അവൻ്റെ ഒരു ലോക്കലിലായിട്ട് കുറച്ച് സാധനം കൊണ്ട് വെച്ചിട്ടില്ലേ, അതിൻ്റെ എല്ലാം എക്സ്പയറി ഡേറ്റ് ആയി എന്ന്. പെട്ടെന്ന് തന്നെ അവൻ ഓടി വന്ന് ആ സാധനമൊക്കെ എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിനകത്തിരുന്ന സാധനമൊക്കെ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാനെ. അങ്ങനെ നമ്മളുടെ ഈജി ആണെങ്കിൽ ആ ബാഗൊക്കെ വന്നെടുക്കും. പെട്ടെന്ന് തന്നെ അവൻ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നേ, അതായത് അവനിപ്പോൾ ഒരു ബോഡിയിൽ കയറിയിട്ടില്ലേ, അവനെന്ന് പറയുന്നത് വലിയൊരു മോഡലാണ് എന്ന്. അവൻ്റെ പോസ്റ്റേഴ്സ് അവിടെയുള്ള എല്ലാ സ്ഥലത്തും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ ക്രിസ്റ്റൽ പോലത്തെ സംഭവം വരും. അവിടെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഈജി ഇപ്പോൾ ആരുടെ ദേഹത്താണോ കയറിയിരിക്കുന്നത് അവൻ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അവന് വേണ്ടിയിട്ട് ഒരുപാട് പെൺകുട്ടികളൊക്കെ ചാവാൻ പോലും നടക്കുക, അത്രയ്ക്കും ഫാൻസ് ഉണ്ട് അവന് എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈജ നേരെ തന്നെ ഇവന്റെ വീട്ടിലായിട്ട് വരും. അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വലിയ വീടായിരുന്നു. ഇത് കാണുന്നേ നമ്മളുടെ ഈജയ്ക്ക് നല്ല സന്തോഷവും. പെട്ടെന്ന് തന്നെ അവന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയും, എടാ ഇവിടെ ഒരു വലിയ പാർട്ടി നടക്കുന്നുണ്ട്, നീ വരുന്നില്ലേ, എല്ലാവരും നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന്. അങ്ങനെ നമ്മളുടെ ഈജി ആണെങ്കിൽ ആ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ ചെല്ലും. അവിടെ ചെന്നിട്ട് അവൻ നല്ലതുപോലെ ഡ്രിങ്കും ചെയ്യും. അവിടെയായിട്ട് അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇവിടെയായിട്ട് മിസ്റ്റർ പാർക്ക് വരും, അയാളുമായിട്ട് നീ കമ്പനി ആയി കഴിഞ്ഞാൽ അയാളുടെ കമ്പനിയിലെ മോഡലിംഗ് ഒക്കെ നിനക്ക് തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ നമ്മളുടെ ഈജി ആണെങ്കിൽ ഈ പാർക്കിനെ കാണുന്നത് പെട്ടെന്ന് തന്നെ അയാൾക്ക് ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കും. എന്നാൽ നമ്മളുടെ ഈജി വിചാരിക്കും ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ ഈജയ്ക്കാണെങ്കിൽ ഓർമ്മ വരത്തില്ല. അതായത് ഇവൻ ഫസ്റ്റ് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയും ഇവൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നേ. ഇവൻ നല്ലതുപോലെ ഡ്രിങ്ക് ചെയ്തതുകൊണ്ടാണ് ഇവൻ അതൊന്നും ഓർമ്മ വരാത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈജി നല്ലതുപോലെ അവന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഈജി ആണെങ്കിൽ അവന്റെ വീട്ടിലായിട്ട് വരുന്നത് അവന്റെ ബ്രദർ വന്നിട്ട് പറയും, എടാ നാളെ തൊട്ട് നീ എന്റെ ബേക്കറിയിലായിട്ട് വരണം, ഞാൻ എന്തായിരുന്നാലും UK പോകാൻ പോവുകയാണ്, അത് കഴിഞ്ഞിട്ട് നീ വേണം എൻ്റെ ആ ഒരു ബേക്കറിയൊക്കെ നോക്കി നടത്താനെന്ന്. അങ്ങനെ നമ്മളുടെ ഈജി അടുത്ത ദിവസം തന്നെ ആ ബേക്കറിയിലായിട്ട് വരും. അവിടെ ഇവൻ വിചാരിക്കും തന്നെ ചേട്ടൻ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഞാൻ ഈ ബേക്കറിനെ അങ്ങ് വിൽക്കും എന്നൊക്കെയാണ്. അങ്ങനെ അവൻ അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജീസു വരും. ഇത് വേറെ ആരുമല്ല, നമ്മളുടെ ഈജയുടെ ഗേൾ ഫ്രണ്ട് തന്നെയല്ലേ. ഇവളെ കാണുന്നത് നമ്മളുടെ ഈജയ്ക്കാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അവൻ നല്ലതുപോലെ ഇമോഷണലാവും. അവനവിടെ ഇവക്ക് വേണ്ടിയിട്ട് കോഫി എടുത്ത് കൊടുക്കാൻ നേരത്ത് നല്ലതുപോലെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു, നല്ലതുപോലെ നെർവസും ആവും. ഇത് കാണുന്നേയും അവന്റെ ചേട്ടൻ വന്നിട്ട് ചോദിക്കും, എന്താടാ നിനക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടോ? അവൾ എല്ലാ ദിവസവും ഇവിടെ വരും, അവളൊരു റൈറ്ററാണ് എന്ന്. അങ്ങനെ നമ്മളുടെ ഈജി ആണെങ്കിൽ ഇന്റർനെറ്റിൽ ഇവളെ പറ്റിയൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈജി ആണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് ജീസുവിനെ കണ്ടില്ലേ, ആ
ടൈമിൽ അവള് വലിയൊരു അവാർഡ് ജയിച്ചിട്ട് വന്നതായിരുന്നു. ആ സമയത്ത് കിട്ടിയ ക്യാഷാണ് അവൾ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ എൻവലപ്പിൽ കൊടുത്തതും. എന്നാൽ ഇതൊന്നും നമ്മളുടെ ഈജയ്ക്ക് മനസ്സിലായിട്ടേ ഇല്ലായിരുന്നല്ലോ. അവൻ വിചാരിക്കും ഞാൻ എന്ത് പൊട്ടനാ എന്ന്. അവിടെ നമ്മളുടെ ജീസു ആണെങ്കിൽ അവളുടെ ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാ വിജയത്തിനും പിന്നിൽ എൻ്റെ ബോയ് ഫ്രണ്ട് തന്നെയാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ ഈജയാണെങ്കിൽ പോയി നമ്മളുടെ ജീസുവിൻ്റെ ബുക്ക് എടുത്ത് വായിക്കുന്നതാണ്. ആ ബുക്കിനകത്തും അവൾ എഴുതിയിരിക്കുന്നത് ഫുള്ള് നമ്മളുടെ ഈജനെ പറ്റിയിട്ട് തന്നെ. അവർ മീറ്റ് ചെയ്തപ്പോൾ തൊട്ടുള്ള ആ ഒരു സ്റ്റോറിയാണ് അവൾ ആ ബുക്കിൽ എഴുതി വെച്ചേക്കുന്നത്. ഇതൊക്കെ വായിക്കുന്നത് നമ്മളുടെ ഈജയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര സങ്കടം വരും. അവന് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈജയാണെങ്കിൽ ജീസുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേനയും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പേന അവൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിന് മുന്നേ ആയിട്ട് തന്നെ അവൻ സൂയിസൈഡ് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ ജീസു ആണെങ്കിൽ ആ ഷോപ്പിലായിട്ട് വരുന്നതും ഈജെ അവൾക്ക് വേണ്ടിയിട്ടൊരു കോഫിയും കൂട്ടത്തിൽ തന്നെ ഒരു പേസ്ട്രിയും കൊണ്ടുവന്ന് കൊടുക്കുന്നതാ. അപ്പം നമ്മളുടെ ജീസു പറയും ഞാൻ കോഫി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഈജെ പറയാൻ തുടങ്ങും ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ കേക്കും കൊണ്ടുവന്ന് തന്നത് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ഈജെ ആണെങ്കിൽ പറയും എൻ്റെ കയ്യിൽ ഒരു സ്റ്റോറി ഉണ്ട്, ഞാനത് പറയട്ടെ എന്നും ചോദിച്ചിട്ട് അവൻ അവിടെ ഇരുന്നിട്ട് അവൻ മരിച്ചതിന് ശേഷമുള്ള അവൻ്റെ ഫുൾ സ്റ്റോറി പറയാൻ തുടങ്ങും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീസു പറയും നിങ്ങൾ എന്ത് നല്ലതായിട്ടാ സ്റ്റോറി പറയുന്നത്, ഈ സ്റ്റോറി കേട്ടാത്തൊന്നും നിങ്ങൾ തന്നെയാണ് ഇത് അനുഭവിച്ചത് എന്ന്. ഇവിടെ നമ്മളുടെ ഈജയ്ക്ക് സത്യം പറയാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അവൻ മിണ്ടാതിരിക്കും. അവിടെ നമ്മളുടെ ജീസു ചോദിക്കും ഇതിനകത്ത് മെയിൻ ലീഡിന്റെ പേര് എന്തുവാ എന്ന്. അതും നമ്മളുടെ ഈജയ്ക്ക് പറയാൻ പറ്റത്തില്ല, കാര്യം ഈജയല്ലേ ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നേ. അവിടെയായിട്ട് ഈജി ആണെങ്കിൽ ഒരു ബുക്ക് എടുത്ത് കൊടുത്തിട്ട് ചോദിക്കും നിങ്ങൾ ഇതിലെ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ എന്ന്. അവിടെയായിട്ട് ജീസു ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്ന പേന എടുത്തിട്ട് അവിടെ ഓട്ടോഗ്രാഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. യഥാർത്ഥത്തിൽ ഈ പേനയെന്ന് പറയുന്നത് നമ്മളുടെ ഈജി ആണെങ്കിൽ ജീസുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ആ പേന തന്നെ ആയിരുന്നു അവളുടെ പേര് എഴുതിയത്. ഇത് കാണുന്നേ നമ്മളുടെ ഈജെ ഭയങ്കര ഷോക്കാവും. അപ്പോൾ അവൻ ചോദിക്കും ഈ പേന നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയത് എന്ന്. അവള് പറയും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ എന്ന്. യഥാർത്ഥത്തിൽ നമ്മളുടെ ജീസു ആണെങ്കിൽ ഈജയുടെ ആ ഒരു ഫ്യൂണറൽ ഹാളിൽ ചെന്നപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളുടെ ഈജയുടെ അമ്മ തന്നെയാണ് ഇവക്ക് ആ പേന ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം നമ്മളുടെ ഈജി ആണെങ്കിൽ ജീസുവിനെ കാണാൻ വേണ്ടിയിട്ട് അവള് വരുന്ന സ്ഥലത്തായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. എന്നിട്ട് അവൻ വീണ്ടും ആ സ്റ്റോറിയുടെ ബാക്കി പറയാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് ജീസു ചോദിക്കും അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, ഇത്രയും അമ്മേനെ സ്നേഹിക്കുന്നൊരു മോൻ എന്തുകൊണ്ടാണ് ഇത്രയും ജന്മം കിട്ടിയിട്ടോ അമ്മേനെ കാണാൻ പോവാത്തെ. അവിടെയായിട്ട് നമ്മളുടെ ഈജയെ പറയാൻ തുടങ്ങും അമ്മേനെ കാണാൻ ചെന്നാലും അമ്മയ്ക്ക് അവനെ തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ, അമ്മയുടെ അവസ്ഥ കാണുന്നതും അവന് നല്ല സങ്കടമാവും, അതുകൊണ്ടാണ് അവൻ അമ്മേനെ മീറ്റ് ചെയ്യാത്തത് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ജീസു ആണെങ്കിൽ പറയും ഓക്കെ എങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് ബാക്കി കഥ കേൾക്കാമെന്നും പറഞ്ഞ് പോകാനായിട്ട് ഒരുങ്ങും. അവിടെയായിട്ട് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ഈജി അവൾക്കൊരു കുടയൊക്കെ എടുത്തു കൊടുത്ത് അവിടെ നിന്ന് പറഞ്ഞു വിടും. അവനാണെങ്കിൽ ആ കഫേയിലെ എല്ലാ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുന്നതും അവിടെയായിട്ടൊരു ബോട്ടിൽ വീണ് അവൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റും. പെട്ടെന്ന് തന്നെ ഒരു ആംബുലൻസ് പോകുന്ന കാണും. അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയും അവിടെയുള്ളൊരു പെൺകുട്ടിക്ക് നല്ലതുപോലെ ആക്സിഡന്റ് പറ്റി, അവൾ എപ്പോഴും ഈ കഫേയിലാണ് വരുന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈജെ ഭയങ്കര ഷോക്കായിട്ട് അത് നമ്മളുടെ ജീസു ആയിരിക്കും എന്നും വെച്ചിട്ട് അവൻ ആ സ്ഥലത്തോട്ട് ഓടിച്ചെല്ലും. ചെന്ന് നോക്കുമ്പോൾ നമ്മളുടെ ജീസുവിൻ്റെ കയ്യിലിരുന്ന കുടയില്ലേ അതേപോലത്തെ ഒരു കുട അവിടെ കിടക്കുന്നതാണ്. നമ്മളുടെ ഈ ഈജി ആണെങ്കിൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കും അവളെ എനിക്കൊന്ന് കാണണോ എന്നും പറഞ്ഞിട്ട്. എന്നാൽ അവിടെ ദൂരെയായിട്ട് നമ്മളുടെ ജീസു ആ കുടയും പിടിച്ച് നിൽക്കുന്ന കാണുന്നേ നമ്മളുടെ ഈജയ്ക്ക് കുറച്ച് സമാധാനമാവും. അവിടെയായിട്ട് നമ്മളുടെ ജീസു ആണെങ്കിൽ ഇവൻ്റെ കയ്യിൽ മുറിവ് കണ്ട് അവൻ്റെ കൈയുടെ മുറിവിനകത്ത് മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കും. എന്നിട്ട് ചോദിക്കും നീ എന്തിനാ ഇത്ര വെപ്രാളം പിടിച്ച് ഇവിടോട്ട് ഓടി വന്നത് എന്ന്. അപ്പോൾ നമ്മളുടെ ഈജെ പറയുന്നുണ്ട് അത് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്കാണ് ആപത്ത് സംഭവിച്ചത് എന്ന് ഞാൻ വിചാരിച്ചു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജീസു പറയാൻ തുടങ്ങും നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ ഓർമ്മ വന്നേ, എൻ്റെ ബോയ് ഫ്രണ്ട് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാണോ ഹോസ്പിറ്റലിൽ പോയത് അതേപോലെ തന്നെ നീയും ഇപ്പോൾ ഇവിടേക്ക് ഓടി വന്നത് എന്ന്. അപ്പോൾ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. നമ്മളുടെ ജീസു ആണെങ്കിൽ ഈജയുടെ മരണം അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വന്ന് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കരയുന്നത്. അവളിപ്പോൾ അതും ആലോചിച്ച് നല്ലതുപോലെ സങ്കടപ്പെടാൻ തുടങ്ങും. ഇത് കാണുന്നത് നമ്മളുടെ ഈജയ്ക്ക് നല്ല വിഷമാവും, അവന് നല്ല ഇമോഷണൽ ആവും. അവിടെയായിട്ട് നമ്മളുടെ ഈജെ പറയും ഓക്കെ നാളെ നമുക്ക് ഇനിയിപ്പോൾ ബാക്കി സ്റ്റോറി കേൾക്കാമെന്ന്. എന്നാൽ നമ്മളുടെ ജീസു പറയാൻ തുടങ്ങും എനിക്ക് നാളെ വരാൻ പറ്റത്തില്ല, എനിക്ക് നാളെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഫ്യൂണറൽ ഹാളിനായിട്ട് പോകണം എന്ന്. അവിടെ ചെന്നിട്ട് നമ്മളുടെ ജീസു ആണെങ്കിൽ ഭയങ്കര ഇമോഷണലായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അവൾ പറയും അന്നത്തെ ദിവസം ഞാൻ നിന്നെ തടഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നീ ഇന്നും ജീവനോടെ ഉണ്ടായിരുന്നേനെ എന്നും പറഞ്ഞിട്ട് അവൾ നല്ലതുപോലെ കരയാൻ തുടങ്ങും. ഇതെല്ലാം ദൂരെ മാറി നിന്നിട്ട് നമ്മളുടെ ഈജെ കേൾക്കുന്നുണ്ടായിരുന്നു. അവന് നല്ല സങ്കടമാവും. അങ്ങനെ നമ്മളുടെ ജീസു അവിടെ നിന്ന് പോകുന്നതും ഈജെ നേരെ അവൻ്റെ ആ ഒരു മെമ്മോറിയൽ ഹാളിലായിട്ട് വരും. അവിടെ വരുന്നതും അവിടെയായിട്ട് അവൻ്റെ അമ്മേനെ കാണും. അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല ഇത് ആരാ എന്ന്. അമ്മേനെ കാണുന്നേ നമ്മളുടെ
നമ്മളുടെ EJ മൈൻഡ് ആക്കാത്ത രീതിയിൽ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. ഇവിടെ നമ്മളുടെ EJക്കാണെങ്കിൽ നല്ല റിഗ്രറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇവനെ സ്നേഹിക്കുന്ന ഇത്രയും പേരുണ്ടായിരുന്നിട്ടും അവനവന്റെ ജീവൻ നിഷ്പ്രയാസം എടുത്തല്ലോ എന്ന് ആലോചിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ EJ ആണെങ്കിൽ വീട്ടിൽ വന്നിട്ട് അവന്റെ കയ്യിലുള്ള ക്യാഷ് ഇല്ലേ അതിനെയെല്ലാം ഒരു ബാഗിലാക്കിയിട്ട് അതിനകത്ത് ഒരു ലെറ്റർ എഴുതും. അതും അവന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. EJ മരിക്കുന്നതിന് മുന്നേ അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ക്യാഷാണ് ഇത് എന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവൻ ആ ക്യാഷും കൊണ്ട് നേരെ അവന്റെ അമ്മയുടെ വീട്ടിലായിട്ട് വരും. അവിടെ കയറുന്നതും അവനങ്ങ് ഒരുമാതിരി തോന്നും. പെട്ടെന്ന് തന്നെ അവൻ ആ ക്യാഷ് അകത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന EJ നമ്മളുടെ ജീസുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ EJ ആണെങ്കിൽ ജീസുവിൻ്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്താ തോന്നുന്നത്, ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റോറിയിലെ ഹാപ്പി എൻഡിങ് കാണുമോ അതോ സാഡ് എൻഡിങ് ആയിരിക്കുമോ ഏത്? അപ്പോൾ നമ്മളുടെ ജീസു പറയും, ഞാൻ ആഗ്രഹിക്കുന്നത് അതിനൊരു ഹാപ്പി എൻഡിങ് കിട്ടണമെന്ന്. ഉറപ്പായിട്ടും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന്. അവിടെ നമ്മളുടെ EJക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇവളുടെ അടുത്ത് തുറന്നു പറയണമെന്നുണ്ട്. EJ പറയാൻ തുടങ്ങും, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങൾ 7 വർഷം പ്രേമിച്ചാണ്. അവൾക്കാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാനാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്ന് പറയാൻ ഒരു മടിയോ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് പഴയ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് നമ്മളുടെ ജീസു ആണെങ്കിൽ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു പാർട്ടിക്ക് വരുന്നതും അവളുടെ കൂടെയുള്ള ഒരുത്തനാണെങ്കിൽ ഇവളെ പ്രപ്പോസ് ചെയ്യും. പെട്ടെന്ന് തന്നെ ജീസു പറയും, എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ EJ വർക്ക് ചെയ്യുമായിരുന്നു. അവനെ അവിടെ കാണുന്നതും പെട്ടെന്ന് തന്നെ നമ്മളുടെ ജീസു അവനെ പിടിച്ചിരുത്തിയിട്ട് എല്ലാവരുടെയും മുമ്പിൽ പറയും, ഇതാണ് എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന്. ഇതൊക്കെ നമ്മളുടെ EJ ആണെങ്കിൽ പ്രസന്റ് ടൈമിൽ നമ്മുടെ ജീസുവിൻ്റെ അടുത്ത് പറയുന്നേ അവൾ ഭയങ്കര ഷോക്കായിട്ട് കേട്ടോണ്ട് നിൽക്കും. ഉടനെ തന്നെ നമ്മളുടെ EJ പറയാൻ തുടങ്ങും, ഞാനാണ് യഥാർത്ഥത്തിൽ നിന്റെ EJ. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറി എല്ലാം എൻ്റേതാണ്, നിനക്കിത് വിശ്വസിക്കാൻ നല്ല പാടായിരിക്കും, എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ സത്യം. ഇത് കേൾക്കുന്നേ നമ്മുടെ ജീസു ഭയങ്കര ഷോക്കാവും. അവൾ പറയും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മളുടെ EJ അവൻ്റെ മൈൻഡിലുള്ള കാര്യം പറയും. എന്നാൽ അതങ്ങോട്ട് പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ രണ്ടുപേരെയും കൂടി ചേർത്ത് ഒരു കാറ് വന്നങ്ങ് ഇടിക്കും. അതിനകത്തുണ്ടായിരുന്ന വേറെ ആരുമല്ല, നമ്മളെപ്പോഴും കാണുന്ന ഒരു കമ്പനിയുടെ വലിയ CEO ആയിട്ടുള്ള പാർക്കില്ലേ, അവൻ തന്നെയായിരുന്നു. ഇവിടെ നമ്മളുടെ ജീസു ആണെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ മരിച്ചുപോയി. നമ്മളുടെ EJക്കാണെങ്കിൽ കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഈ പാർക്കിനെ കാണുന്നതും ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. നമ്മളുടെ EJ ആണെങ്കിൽ ഇത്രയും ലൈഫിൽ വന്നപ്പോൾ എങ്ങനെയൊക്കെയാണോ മരിച്ചത്, അവരുടെ എല്ലാവരുടെയും മരണത്തിന് പിന്നിൽ മെയിനായിട്ട് ഇവൻ തന്നെയായിരുന്നു. ആദ്യത്തെ ഫ്ലൈറ്റിലെ മരണം അതെന്ന് വെച്ചാൽ ഈ പാർക്കിന്റെ ബ്രദറിനെ അവൻ തന്നെ കൊന്നതാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് സ്കൈ ഡൈവിങ് ചെയ്യുന്നവന് പൈസ കൊടുക്കാന്ന് പറയുന്നതും ഇതേ പാർക്ക് തന്നെയായിരുന്നു. മൂന്നാമത്തെ നമ്മളുടെ ജയിലിൽ കിടക്കുന്ന ചെറുക്കൻ്റെ ആ ഒരു കുറ്റം ഏറ്റെടുക്കാൻ പറഞ്ഞതും പാർക്ക് ചെയ്ത കുറ്റം തന്നെയായിരുന്നു. അങ്ങനെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഇവൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ പാർക്കാണെങ്കിൽ നമ്മളുടെ EJക്ക് കുറച്ച് ജീവനുണ്ടെന്ന് കാണുന്നേ കയ്യിലായിട്ടൊരു ഗ്ലൗസ് ഇട്ടിട്ട് EJനെ ശ്വാസം മുട്ടിച്ചങ്ങ് കൊന്നു കളയും. നമ്മളുടെ EJ ആണെങ്കിൽ വീണ്ടും ഹെല്ലിലായിട്ട് വരും. ഇവിടെ അവൻ നല്ല ദേഷ്യത്തിലായിരുന്നു. എന്താന്ന് വെച്ചാൽ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ജീസുവിനെ ആ പാർക്ക് അങ്ങ് കൊന്നു കളഞ്ഞില്ലേ, അതാലോചിച്ചിട്ട് അവനിപ്പോൾ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളുടെ ഡെത്തിനെ നോക്കി സംസാരിക്കാൻ ഒരുങ്ങും. ഡെത്ത് ആണെങ്കിൽ ഇവന്റെ ഈ ഒരു അവസ്ഥ കണ്ട് നല്ലതുപോലെ എൻജോയ് ചെയ്യുമായിരുന്നു. നമ്മളുടെ EJ വിചാരിക്കും ആ പാർക്കിനെ അവൻ വെറുതെ വിടത്തില്ല എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡെത്തിന്റെ ചിരി കാണുന്നതും അവൻ വേഗം തന്നെ അവിടേക്ക് ചാടി വന്നിട്ട് അവരുടെ കയ്യിലിരുന്ന ഗണ്ണെടുത്ത് നമ്മളുടെ ഡെത്തിന്റെ തലയുടെ മുകളിലായിട്ട് പോയിന്റ് ചെയ്ത് നിൽക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.